students, അപ്പോൾ നമ്മൾ ഇന്ന് +1 എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്കറിയാം നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ഈ കുറച്ച് ദിവസങ്ങളിനുള്ളിൽ മാക്സിമം മാർക്ക് നമുക്ക് കിട്ടാവുന്ന ചാപ്റ്റേഴ്സ് വേണം നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട്, അല്ലേ? അതാണ് നമ്മുടെ സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. സോ ഈ ഒരു +1 ഫിസിക്സ് എക്സാമിന് നിങ്ങൾക്ക് 80% മാർക്ക് നിങ്ങൾക്ക് ഷുവർ ആയിട്ടും വേണമെന്നുണ്ടെങ്കിൽ ടോട്ടൽ നമുക്കുള്ളത് 14 ചാപ്റ്റേഴ്സ് ആണ്. ആ 14 ചാപ്റ്റേഴ്സിൽ നിന്നും സെലക്റ്റീവായിട്ട് 9 ചാപ്റ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് 80% മാർക്ക് ഫിസിക്സിൽ ഞാൻ ഉറപ്പ് തരുന്നു. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഏത് ഓർഡറിലാണ് പഠിക്കേണ്ടത് എന്നുള്ളതിന് ഒരു ക്ലാരിറ്റി കിട്ടും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ 80% നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ്, ഓക്കെ, ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ കൈനമാറ്റിക്സ് ആണ്, അല്ലേ? യെസ്, നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ചാപ്റ്റർ ദയവ് ചെയ്ത് നിങ്ങൾ ഒഴിവാക്കരുത്. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള നമുക്ക് വളരെ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് മാർക്ക് വാരി കൂട്ടാവുന്ന ഒരു ചാപ്റ്ററാണ് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ പ്ലെയിൻ. ഓക്കെ, ദെൻ തേർഡ് വൺ ഇസ് ലോസ് ഓഫ് മോഷൻ ആൻഡ് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ആണ്. ആൻഡ് അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഈക്വൽ ആയിട്ടുള്ള വേറൊരു ചാപ്റ്റർ ആണ് നമ്മുടെ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു 5 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ 50% മാർക്ക് ഉറപ്പായി. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഒരു ക്വസ്റ്റൻ ഉണ്ടല്ലോ, 50% ആയുള്ളൂ, ഇനി 80 ആവണമെങ്കിൽ 30% മാർക്കും കൂടെ വേണം. ഈ 30% മാർക്ക് ഞങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് ഞങ്ങൾ അതിനു വേണ്ടി പഠിക്കേണ്ടത്? യെസ്, ഒബ്വിയസ്ലി നമ്മുടെ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് വർക്ക് എനർജി പവർ. സോ ഈ ഒരു 5 ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6ാമത്തെ ചാപ്റ്റർ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ട ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് എനർജി പവർ ആണ്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ടോപ്പിക് നമ്മുടെ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ്. കാരണം നമ്മൾ +1 കയറി കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ്, അല്ലേ, യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമുക്ക് നല്ലപോലെ വൃത്തിക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും ആൻഡ് ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ആണ് നമ്മുടെ 7th ചാപ്റ്റർ എന്ന് പറയുന്നത്. ദെൻ ഡെഫിനറ്റ്ലി നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അത് നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലപോലെ സ്കോർ ചെയ്യാവുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മുടെ 9ാമത്തെ ചാപ്റ്റർ ഏതാ മക്കളെ? യെസ്, തെർമോഡൈനാമിക്സ് ആണ്. അപ്പം തെർമോഡൈനാമിക്സ് ഇത്രയും ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു എക്സാമിന്, ഫിസിക്സിന്റെ എക്സാമിന് 80% മാർക്ക് ഉറപ്പിക്കാവുന്നതാണ്. സോ ബേസിക്കലി ഏതൊക്കെയായിരുന്നു? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ, ലോസ് ഓഫ് മോഷൻ, ഗ്രാവിറ്റേഷൻ, ഫ്ലൂയിഡ്സ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, ദെൻ തെർമോഡൈനാമിക്സ് ആൻഡ് വർക്ക് എനർജി പവർ. ഓക്കെ, സോ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ കൃത്യമായിട്ടിരുന്ന് ഈ ദിവസങ്ങളിൽ പഠിക്കേണ്ടത്. 80%, 100% വേണ്ടവരാണെങ്കിൽ നമ്മുടെ 14 ചാപ്റ്റേഴ്സും നല്ല വൃത്തിക്ക് പഠിച്ചിട്ട് പോകുക. ഇനി അതിന് സമയം കിട്ടില്ല എന്ന് തോന്നുന്നവർ, യെസ്, 80% മാർക്ക് മതി എന്നുള്ളവർക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്റേഴ്സ് വൃത്തിക്ക് പഠിച്ചിട്ട് പോവുക. സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് ബാക്കി ചാപ്റ്റേഴ്സും പഠിക്കാനായിട്ട് നോക്കുക. എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് പഠിക്കുക, ടോപ്പിക്സ് എടുത്ത് പഠിക്കുക. സോ യെസ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഈ 9 ചാപ്റ്റേഴ്സ് പഠിക്കുക, 80% ഉറപ്പിക്കുക. ആൻഡ് 100% ഉറപ്പിക്കേണ്ടവർക്ക് 14 ചാപ്റ്റേഴ്സും വളരെ അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി ഏതൊക്കെ ടോപ്പിക്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്, ഏതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വേഗം വരുന്നതായിരിക്കും. സോ യെസ് ഗൈസ്, സ്റ്റേ ട്യൂൺ ടു വേദാന്തു മലയാളം ചാനൽ.